ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ മക്രോണി ഉണ്ടാക്കാൻ പോകുക കേട്ടോ. മക്രോണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു റെസിപ്പിയൊന്നും അല്ല, അത്ര വലിയൊരു കുക്കും അല്ല കേട്ടോ ഞാൻ. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. പിന്നെ ചിക്കൻ കണ്ടിട്ട് ആരും അത്ഭുതപ്പെടണ്ട കേട്ടോ. ഒന്ന് ചോറ് ലേസം കമ്മിയായപ്പോഴാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. രാത്രിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കനും ബാക്കി ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്കതൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാബേജ് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ക്യാബേജ് കഴിക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. നമ്മൾ മക്രോണി ഒരു തുള്ളി എണ്ണയും ഉപ്പും വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ചിക്കൻ ഒന്ന് പിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അടുപ്പത്തിട്ട മക്രോണി ഇടക്കൊന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ മാതിരി അടി പിടിച്ചു എന്നൊക്കെ വരും. അപ്പോൾ നമ്മൾ പിന്നെ അപ്പുറത്ത് നമ്മളൊരു ചട്ടി വെച്ചിട്ട് നമ്മൾ ഉള്ളിയാണ് കേട്ടോ അതിലൊക്കെ ഇട്ടിട്ട് ഉള്ളി നന്നായിട്ട് വാട്ടിയെടുക്കുന്നത്. ഉള്ളി നന്നായിട്ട് പറഞ്ഞാൽ ഒരുപാട് നന്നായിട്ട് വാട്ടിയെടുക്കലൊന്നുമില്ല കേട്ടോ. ഒരുപാട് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ എനിക്കതൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഞാനത് അങ്ങനെ വാട്ടാറില്ല, എനിക്കിഷ്ടമല്ല അങ്ങനെ വാട്ടിയത്. പിന്നെ തക്കാളി ഇടാറുണ്ട്. അതുപോലെ തന്നെ തക്കാളിയുടെ കാര്യത്തിലും അങ്ങനെ കൂടുതലായിട്ട് വാട്ടാറൊന്നുമില്ല കേട്ടോ. കാരണം കുട്ടികൾക്ക് നന്നായി വാട്ടിയിട്ട് തോല് വേറിട്ട് കിടക്കുമ്പോൾ ഇത് വലിയ ഇഷ്ടമല്ല. അപ്പോൾ കുറച്ചേ വാട്ടാറുള്ളൂ. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇടാറൊന്നുമില്ല കേട്ടോ. കാരണം ഇന്ന് രാവിലെ ചിക്കൻ വെച്ചപ്പോൾ കുറച്ച് അരച്ചേരി അധികം കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ എടുത്തത്. പിന്നെ നമ്മളത് വേവിച്ചൊന്ന് വെന്ത് നോക്കിയിട്ട് നമ്മളത് നന്നായിട്ട് ഊറ്റിയെടുക്കണം. ഞാൻ ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അത് വെള്ളം പാരാറുണ്ട്. വെള്ളം പാർന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കട്ടിപ്പ് കളയാറുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കണമല്ലേ. അപ്പോൾ എന്തെങ്കിലും ഇത് കൊടുക്കുന്നതേ പ്രശ്നമാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ ഇതാക്കാറുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് നമ്മൾ പിച്ച് വെച്ച ഇറച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ചെറിയ ജീരകം, വലിയ ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് മാത്രമേ നമ്മൾ മസാല ഇട്ടെടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ആ ചിക്കൻ്റെ കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു, അതും ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പച്ചവെള്ളം പറഞ്ഞ് കഴുകിയെടുത്തത് ഇതുപോലെ ഇരിക്കും. കാരണം അല്ലെങ്കിൽ നമുക്കത് ഒട്ടിയും കൊണ്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ അതിലേക്ക് നമ്മൾ സോയാ സോസ് കുറച്ച് വരുന്നു, അതുപോലെ തന്നെ കെച്ചപ്പ് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ നമുക്ക് വലിയ പരിപാടിയൊന്നുമില്ല, ഇനി ആഡംബരങ്ങളൊന്നുമില്ല. അപ്പോൾ ക്യാബേജ് ഇടാത്ത എന്താണെന്ന് നിങ്ങൾ ചോദിക്കും, ക്യാബേജ് ഇടാം, സബൂറാകുക. അപ്പോൾ നമ്മളതിലേക്ക് പിന്നെ നമ്മൾ മക്രോണി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. മക്രോണിയിൽ എല്ലാവരും അതിൻ്റെ ടേസ്റ്റ് പിടിക്കണം. കാരണം സംഭവം ഞാൻ കൂട്ടത്തിൽ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപ്പിട്ടിട്ടില്ല എന്ന് വിചാരിച്ചിടാതിരിക്കരുത്. കാരണം ഉപ്പ് എന്നും ഞാൻ ലേറ്റ് ആയിട്ട് ഇടുക, കാരണം ഉപ്പിടാൻ ഞാൻ മറന്നു പോകും. അതെൻ്റെ ഒരു ശീലമായിപ്പോയി, എന്താ ചെയ്യുക. പിന്നെ നമ്മൾ ഗ്യാസേ നമ്മൾ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ക്യാബേജ് നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ ഒരു ക്യാബേജ് പേരിയിൽ മക്രോണി ഇട്ടമായിരിക്കും. ക്യാബേജ് ചൂട് ഒക്കെ നമ്മൾ ഗ്യാസ് നിർത്തി കഴിഞ്ഞ് ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ക്യാബേജ് പേരുടെ ടേസ്റ്റ് വരില്ല. ക്യാബേജ് പച്ചയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചെറിയൊരു ചൂടും ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് വാടി കിട്ടും ചെയ്യും ചെറുതായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പെട്ടെന്നാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കൂടെ ബെല്ലൈക്കണം കൂടി നിൽക്കുക. പിന്നെ നമ്മൾ പച്ചുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയി. ഇവിടെ എല്ലാവർക്കും പച്ചുള്ളി നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പച്ചയുള്ളി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.